ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ഡിഷ്. ഇത് നമ്മളൊരു കുഴക്കട്ടയാണ് തയ്യാറാക്കുന്നത്. കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു കുഴക്കട്ടയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും നല്ലതാണ്, നമുക്ക് വൈകുന്നേരം കഴിക്കാനും വളരെ നല്ലതാണ്. സാധാരണ നമ്മുടെ കുഴക്കട്ടയൊക്കെ കുഴയ്ക്കുന്ന പോലെ ചൂടുവെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പൊടിക്കനുസരിച്ച് വെള്ളവും ചേർത്ത് നമുക്ക് നല്ലപോലെ കട്ടിക്ക് കുഴച്ചെടുക്കണം. നല്ലപോലെ കുഴച്ച് കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം. നെയ്യ് ചേർത്താൽ വേറെ ടേസ്റ്റ് മാറിപ്പോകും. അങ്ങനെ നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് എണ്ണ കയ്യിൽ നിന്ന് തടവിയതിന് ശേഷം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. ഒരു നീണ്ട ഷേപ്പിലാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ്. നമുക്കത് എങ്ങനെ ഉരുട്ടിയെടുക്കുമെന്ന് നോക്കാം. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ മതിയാവും. വെളിച്ചെണ്ണ നമ്മളൊന്ന് പുരട്ടിയതിന് ശേഷം ഉരുട്ടിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. നമുക്ക് കുറച്ച് ലെങ്ത് ആയിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കാം. ഇതിനകത്ത് ജീരകവും ഒന്നും ചേർക്കുന്നില്ല, തേങ്ങയും ഒന്നും ചേർക്കുന്നില്ല. വെറും അരിപ്പൊടിയും വെള്ളവും മാത്രമാണ്. ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. ഉപ്പും വെള്ളവും മാത്രമാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. നമുക്കിനി ഇങ്ങനെ ഉരുട്ടി എല്ലാം അങ്ങനെ ഉരുട്ടി എടുത്ത് വയ്ക്കാം. നമുക്കിത് പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ രണ്ടായി കട്ട് ചെയ്തും വയ്ക്കാം. അങ്ങനെ നമുക്കിതെല്ലാം ഒരു 10 മിനിറ്റ് ആവി പുഴുങ്ങിയെടുക്കണം. നമുക്കിതിപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് 10 മിനിറ്റ് ആവി പുഴുങ്ങിയെടുക്കാം. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. അപ്പം നമുക്ക് അടച്ച് വേവിക്കാം. ഇതിന് നല്ലപോലെ കടുക് താളിക്കണം. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് കുറച്ചേറെ കടുക് ചേർക്കാം, കുറച്ചേറെ വെളിച്ചെണ്ണയും നല്ലപോലെ മുളകും ചേർക്കണം. പലരും ഉഴുന്നുപരിപ്പ് കടലപ്പരിപ്പൊക്കെ ചേർക്കുന്നുണ്ട്. അതൊക്കെ ഒരുപാടായ കുട്ടികൾ കടിക്കാൻ പാടായതുകൊണ്ട് നമ്മളിവിടെ കടുവും മുളകും മാത്രമാണ്, കറിവേപ്പില മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നല്ലപോലെ എണ്ണ ചേർത്ത് നമുക്ക് നല്ലപോലെ ഈ കടുവും മുളകും കുറച്ച് നല്ലപോലെ മൂത്ത് വരുന്ന രീതിയിൽ വേണം. കുറച്ച് കറുത്ത കളർ വരുന്നവരെ വയ്ക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റായിരിക്കും. നമുക്ക് ഈ കുഴക്കട്ട ഈ മുളകും ഈ കടുവും ഈ കറിവേപ്പിലയൊക്കെ ചേർത്താണ് തമിഴ്നാട്ടിലൊക്കെ കഴിക്കുന്നത്. അത് പ്രത്യേക രുചി തന്നെയാണ്. ഒരു നോൺ വെജ് കഴിക്കുന്നവർക്ക് അതിൻ്റെ കൂട്ടത്തിലും കഴിക്കാം. പിന്നെ ഇത് തന്നെ തനിയെ ഉണ്ടാക്കി പിള്ളേർക്ക് പാസ്ത പോലെ ഉണ്ടാക്കി കൊടുക്കാം. ഗ്ലൂട്ടൻ അലർജി ഉള്ള പിള്ളേർക്ക് ഇത് അരിപ്പൊടി മാത്രമായതുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് പാസ്ത പോലെയും തയ്യാറാക്കാം. അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് മൂത്താലാണ് വളരെ ടേസ്റ്റ്. കുറച്ച് മുളകൊക്കെ ഒന്ന് നല്ല കറുത്ത കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കാം. കുഴക്കട്ട നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10-12 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഇനി നമുക്കിത് കടുക് താളിച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ചേർക്കാം. ഇതങ്ങനെ ഉടഞ്ഞു പോവുകയൊന്നുമില്ല. നമുക്ക് ചൂടോടെ തന്നെ കടുക് താളിച്ചതിനകത്തോട്ട് ചേർത്ത് ഒന്ന് ഇളക്കിയൊക്കെ ഇടാം. പെട്ടെന്ന് തന്നെ അത് വിട്ട് വരും. നല്ല ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് നോൺ വെജിൻ്റെ കൂടെ കഴിച്ചാലും വളരെ ടേസ്റ്റാണ്. ചിക്കൻ കറിയുടെ കൂടെ കഴിച്ചാലും മുട്ടക്കറിയുടെ കൂടെ ഒക്കെ കഴിക്കാനും വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. നമുക്ക് കടുക് അധികം എരിവില്ലാതെ താളിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പഞ്ചസാര ചേർത്തും തേൻ ചേർത്തും ഒക്കെ കഴിക്കാൻ പറ്റും. പിന്നെ അവർ ഡേറ്റ്സിൻ്റെ സിറപ്പ് വെച്ചിട്ടും കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇത് തമിഴ്നാട്ടിലെ ഒരു ഫേമസ് പലഹാരമാണ്. അവർ കഴിക്കുന്നത് ഈ മുളകും ഈ കടുവും ഒക്കെ ചേർത്ത് കറിവേപ്പിലയൊക്കെ ചേർത്ത് കുഴക്കട്ടയും കൂടെ ചേർത്താണ് അവർ കഴിക്കുന്നത്. കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരു ചായയൊക്കെ കുടിച്ച് കഴിക്കുമ്പം വളരെ ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇത് ഇങ്ങനെ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.